ഒന്നാമത്തെ കാര്യം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ അവർക്കെതിരായി സസ്പെൻഡ് ചെയ്തു. അതുപോരാ, അവരെ സർവീസിൽ നിന്ന് നീക്കണം. സർവീസിൽ തുടരാൻ യാതൊരു അർഹതയില്ലാത്തവരാണ്. ഒരു കാരണവശാൽ ഇതുപോലത്തെ കാപാലികന്മാർ, ക്രൂരന്മാർ പോലീസ് സർവീസിലുണ്ടാകാൻ പാടില്ല. പോലീസ് ജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ സുരക്ഷിതത്വത്തിനും അവരുടെ സൗകര്യത്തിനുമാണ്, അല്ല അവരെ ആക്രമിക്കാനുള്ളതല്ല. നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ ഒരു കാരണവുമില്ലാതെ മനഃപൂർവ്വമായി കൊണ്ടുപോയി ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത് ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറാണ് ശരിക്കും. അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റും. എങ്ങനെ കൂട്ടം ചേർന്ന് കാണിക്കുന്ന അഹങ്കാരവും ധിക്കാരവുമാണ് ആരുടെയും മേലെ. ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളുടെ മീതെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏതെങ്കിലും കുറ്റവാളികളെ പിടിച്ചുകൊണ്ട് വന്നാൽ ഇവരെന്തായിരിക്കും പോലീസ് സ്റ്റേഷനിൽ ചെയ്യുന്നത്? ചിലപ്പോൾ കുറ്റവാളികളോട് നേരെ എതിരായിരിക്കും. അതുകൊണ്ട് അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാതെ ഒരു വിട്ടുവീഴ്ചയില്ല. ഇത് വീണ്ടും വരികയാണ്. പീച്ചിയിൽ ഹോട്ടലിലെ ഉടമയുടെ മകനെയും മാനേജരെയും കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുക, എന്നിട്ട് സെറ്റിൽ ചെയ്യുക, 5 ലക്ഷത്തിന് സെറ്റിൽ ചെയ്യുക, ആ കാശ് മേടിക്കുന്നതിൻ്റെയൊക്കെ ചിത്രങ്ങളടക്കം പുറത്തു വരികയാണ്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ 4-4.5 വർഷക്കാലമായി പറഞ്ഞുകൊണ്ടിരുന്ന കേരള പോലീസിന്റെ തനി നിറമാണ് ഇപ്പൊ പുറത്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ പറയും കേരള പോലീസിനൊരു കോക്കസാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ DGPക്ക് SP-മാരുടെ മീതെ നിയന്ത്രണമില്ല, SP-മാർക്ക് SHO-മാരുടെ മീതെ നിയന്ത്രണമില്ല. ഇതെല്ലാം പല സ്ഥലത്തും പാർട്ടിയാണ് ഭരിക്കുന്നത്. ഇപ്പൊ പാർട്ടി സെക്രട്ടറി ലോക്കൽ സെക്രട്ടറിക്ക് അടിയിട്ടി അവസാനം. അതാണ് അപ്പൊ ഒരു മാഫിയ പോലത്തെ ഒരു സംഘമാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത് മാധ്യമപ്രവർത്തകർ പോയപ്പോൾ CPM പ്രവർത്തകർ തടഞ്ഞു, ഇല്ലേ? അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കാതെ അത് തടഞ്ഞു. അപ്പോ പീച്ചിയിലുണ്ടായ സംഭവം, കുന്നംകുളത്തുണ്ടായ സംഭവം, ഇതൊക്കെ കുറെ പേര് അതിന്റെ പുറകെ നടന്നിട്ടാണ് ഈ CCTV ദൃശ്യങ്ങളൊക്കെ കിട്ടിയത്. സ്വാഭാവികമായി എത്രയോ മർദ്ദനങ്ങൾ ഈ CCTV ദൃശ്യങ്ങൾ ഇല്ലാതെ, അല്ല അതിന്റെ പുറകെ ആളുകൾ നടക്കാത്തതുകൊണ്ടും ഭയന്നിട്ടും പുറത്തു പറയാത്ത എത്രയോ കേസുകളുണ്ട്. അപ്പൊ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇതുപോലുള്ള ക്രൂരമായ ആക്രമണങ്ങൾ നടക്കുകയാണ്. മനുഷ്യത്വരഹിതമായി മനുഷ്യാവകാശങ്ങളുടെ പൂർണ്ണമായ ധ്വംസനമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടാതിരിക്കുകയാണ്. എന്ത് കാര്യത്തിലാണ് മുഖ്യമന്ത്രി മറുപടി പറയുന്നത്? അദ്ദേഹമല്ലേ ഇതിന് മറുപടി പറയേണ്ടത്? അദ്ദേഹത്തിനല്ലേ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് മറുപടി പറയേണ്ടത്? അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല. ഒന്നിനെ കുറിച്ച് ഒരു അഭിപ്രായമില്ല. പറയാതെ മാറി നീക്കുകയാണ്, ഒളിച്ചോടുകയാണ് മുഖ്യമന്ത്രി. ഉത്തരം പറയേണ്ട സ്ഥലത്ത് അധികാരത്തിലിരിക്കുന്ന ആളുകൾ, ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, പോലീസ് സേനയെ നിയന്ത്രിക്കുന്ന ആളുകൾ, അതിനെതിരായി ആക്ഷേപം വരുമ്പോൾ പറയാനുള്ള മറുപടിയുണ്ട്, മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യതയിൽ നിന്നാണ്, ഔദ്യോഗികമായ ബാധ്യതയിൽ നിന്നാണ് മുഖ്യമന്ത്രി ഒളിച്ചോടുന്നത്. ഇതാണ് കേരളത്തിലെ പോലീസ്. ജനങ്ങളെ ക്രൂരമായി തല്ലിക്കൊല്ലുന്ന പോലീസാണല്ലോ. ആ പോലീസ് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ അതിശക്തമായ പ്രതിഷേധങ്ങളുണ്ടാവും. ഇല്ലില്ല, അങ്ങനത്തെ കേസുകളൊന്നും ചെയ്തിട്ടില്ല. കേസുകളുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇടപെട്ടിട്ടുണ്ട്. ഇതെന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? 2023 ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അത് പൂഴ്ത്തിവെച്ചു. ACPയുടെ റിപ്പോർട്ടുണ്ടായി, അത് പൂഴ്ത്തിവെച്ചു. ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും സംഭവം നടന്നാൽ മുഖ്യമന്ത്രിയാണ് DGPയാണ് ഉത്തരവാദിത്വം എന്നല്ല. പക്ഷെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ ആ സംഭവത്തിന്റെ മേലെ നടപടിയെടുക്കണ്ടേ? ഇപ്പൊ പീച്ചിയിലെ സംഭവം എത്രമാത്രം പൂഴ്ത്തിവെച്ചു. കുന്നംകുളത്തെ സംഭവം പൂഴ്ത്തിവെക്കുകയാണ് ചെയ്തത്. ഇത് ഭാഗ്യത്തിനാണ്, നിയമം സഹായിച്ചതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. ഇത് കിട്ടിയതുകൊണ്ട്. ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഞാൻ വിശ്വസിക്കുമോ? ഇത് പറഞ്ഞാൽ തല്ല് കിട്ടി എന്ന് പറഞ്ഞാൽ ശരി തല്ല് കിട്ടി എന്നല്ലാതെ ഇത്രയും ക്രൂരമായ ഒരു ടോർച്ചറിങ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. അപ്പൊ ഇത് അറിഞ്ഞിട്ടും, മേലുദ്യോഗസ്ഥന്മാർ ഇത് അറിഞ്ഞിട്ടും ഇത് പൂഴ്ത്തിവെച്ചു എന്നുള്ളത് മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ലേ? പിന്നെ എന്തിനാ മുഖ്യമന്ത്രിയുടെ കയ്യിൽ സ്പെഷ്യൽ ബ്രാഞ്ച്? സ്പെഷ്യൽ ബ്രാഞ്ച് എന്തിനാ? ഒരു പോലീസ് സ്റ്റേഷനിൽ അഹിതമായത് നടന്നാൽ മുഖ്യമന്ത്രിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് അറിഞ്ഞില്ലേ? എന്നാ പിന്നെ അതൊക്കെ പിരിച്ചുവിട്ടാൽ മതി. സ്പെഷ്യൽ ബ്രാഞ്ച് കുന്നംകുളത്തും പീച്ചിയിലും നടന്ന സംഭവം ഈ പോലീസ് സേനയിലെ ഇന്റലിജൻസ് സംവിധാനം അറിഞ്ഞില്ല എങ്കിൽ അത് പിരിച്ചുവിട്ടാൽ മതി. അപ്പോ അവരറിയാതിരിക്കില്ല, അവർ മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്യും. അതിന്റെ ഇന്റലിജൻസ് DGP വഴി മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്യും. അപ്പൊ മുഖ്യമന്ത്രിയും ഭരണ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇതറിഞ്ഞിട്ടും ഇത് മനഃപൂർവ്വമായി പൂഴ്ത്തിവെച്ച് ഈ ക്രിമിനലുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അതാണ് പ്രശ്നം. ഈ ഡിജിറ്റൽ മീഡിയ ചുമതലയിൽ നിന്ന് ബൽറാമിനെ മാറ്റിയിരിക്കുക. എനിക്ക് അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ഡിജിറ്റൽ മീഡിയയായിട്ട് യാതൊരു ബന്ധമില്ല. അങ്ങനെ ഒരു ഡിജിറ്റൽ മീഡിയ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്കറിയില്ല. അങ്ങനെയായിട്ട് ഒരു ഡിജിറ്റൽ മീഡിയ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്കറിയില്ല. എനിക്ക് ആ ഡിജിറ്റൽ മീഡിയയായിട്ട് യാതൊരു ബന്ധമില്ല. വെള്ളാപ്പള്ളി നടേശന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആവാനുള്ള റിഹേഴ്സൽ നടത്താമെന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ളത്.
ഞാൻ എന്തിനാ അദ്ദേഹം പറയുന്നതിനൊക്കെ മറുപടി പറയാൻ പോണ്? ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞല്ലോ. തിളക്കമാർന്ന ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തിന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തല്ലോ. തിളക്കമാർന്ന ഭൂരിപക്ഷത്തോടുകൂടി UDF-നെ കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. പിന്നെ നിങ്ങൾ എന്നെ കാണില്ല. മറുപടി പറഞ്ഞല്ലോ. പിന്നെ എല്ലാ ദിവസവും അദ്ദേഹം പറഞ്ഞത് ഞാൻ മറുപടി പറഞ്ഞത്. കേരളത്തിലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് ഇന്ത്യയിലെ ദേശീയ പാർട്ടി എന്ന നിലയിൽ ഒരു സമീപനമുണ്ട്, ഒരു പ്രൊസീജിയറുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരെയും പ്രഖ്യാപിക്കാറില്ല. എന്റെ ദൌത്യം എന്ന് പറയുന്നത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഏൽപ്പിച്ചിരിക്കുന്ന ദൌത്യം, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ഏൽപ്പിച്ചിരിക്കുന്ന ദൌത്യം കേരളത്തിലെ UDF-നെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ്. അതുവരെയുള്ള എന്റെ കാര്യം. നയിക്കുന്നത് മുസ്ലിം ലീഗ് ആണ് എന്ന ഒരു ആക്ഷേപം കൂടി അദ്ദേഹം ഉന്നയിച്ചു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനമാണ് കേരളത്തിലെ UDF-ന്റെ. അദ്ദേഹത്തിനൊന്നും മറുപടി പറയാൻ ഞാനില്ല. അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ നോക്കിക്കോളൂ. അദ്ദേഹം ഓരോ ദിവസവും സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അതിനെ ഓൺ ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? അദ്ദേഹം മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചു. അദ്ദേഹം പാലായിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചു. എന്നിട്ട് പിറ്റേ ആഴ്ച അദ്ദേഹം ഗുരുദേവന്റെ പതിപ്പാണെന്ന് പറഞ്ഞാൽ ഗുരുദേവൻ എങ്ങനെയായിരുന്നു? ഗുരുദേവനെ അവമാനിക്കണം. ദേവി, ഇത് ശ്രീനാരായണ ഗുരുദേവൻ ഇന്ന് ചതയ ദിനം കൂടിയാണ്. ഗുരുദേവനെ ആരും അപമാനിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അദ്ദേഹത്തോട് വഴക്കിടാനും പോയിട്ടില്ല. ഞാൻ പറഞ്ഞു ഗുരു എന്താണ് പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പോഴും എന്റെ പരാതി അതേ ഉള്ളൂ. അല്ല, അതൊക്കെ അതിനെന്താ പ്രശ്നം? അത് SNDP യൂണിയൻ എന്ന് പറയുന്നത്, SNDP എന്ന് പറയുന്നത് ഒരു വലിയ പ്രസ്ഥാനമല്ലേ? ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിതമായ സംഭവം. ഞാൻ ശ്രീനാരായണീയനാണ്. ഞാൻ ശ്രീനാരായണന്റെ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന, അദ്ദേഹത്തിന്റെ ദർശനങ്ങളിൽ വിശ്വസിക്കുന്ന ശ്രീനാരായണീയനാണ് ഞാൻ പോവെല്ലായിടത്തും. അത് അവിടെ ആ സ്ഥാനത്ത് ആരിയിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. BD പരാമർശം വളരെ വിവാദമായിരുന്നല്ലോ. അതല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ഔദ്യോഗികമായൊരു സോഷ്യൽ മീഡിയ സംവിധാനം കേരളത്തിലെ പാർട്ടിക്കുള്ളതായിട്ട് എനിക്കറിയില്ല. അതെനിക്കറിയാം. KPCC പ്രസിഡന്റിനോട് നിങ്ങൾ ചോദിക്കണം. എനിക്കറിയില്ല ഇത് ആരാണ് കൊടുത്തത്. കോൺഗ്രസ് പേരിൽ ഒരുപാട് പേര് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പുകളിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇനി കോൺഗ്രസ് വിരുദ്ധരാണോ അത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് സംശയം തോന്നുന്ന തരത്തിൽ കോൺഗ്രസ് വിരുദ്ധ വാർത്തകൾ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പേരിലുണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്ന് അത് KPCC പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കണം. KPCC അത് പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കണം. ഞാൻ അതിനെക്കുറിച്ച് അത് സംഘടനാപരമായ കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല. മുൻ KPCC പ്രസിഡന്റ് ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ സദ്യയിൽ താനാണെങ്കിൽ പങ്കെടുക്കുമായിരുന്നില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിമർശനത്തിന് അതീതനായിട്ടുള്ള ഒരാളല്ല. എന്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടായെങ്കിലോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും തെറ്റ് പറഞ്ഞ് വിമർശിക്കാനുള്ള അധികാരം സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് വരെയുണ്ട്. അവരെല്ലാം മുതിർന്ന ആളുകളാണ്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. എനിക്ക് അദ്ദേഹം പറഞ്ഞതിലൊന്നും യാതൊരു വിരോധമോ വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. അവർക്ക് എന്നെ വിമർശിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ എവിടെ പറയണം, എങ്ങനെ പറയണം എന്ന് അവരവര് ആലോചിച്ചാൽ മതി. എനിക്കൊരു പരാതിയില്ല. എനിക്ക് അത്തരം കാര്യങ്ങളിൽ പരാതിയില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം. CPM ത്തിന്റെ മാധ്യമ വിഭാഗം അവര് യോഗം ചേർന്നിട്ട് നിരന്തരമായി എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും വിവിധ യൂട്യൂബ് ചാനലുകളെ, കുറെ യൂട്യൂബ് ചാനലുകളെ ഇവർ പർച്ചേസ് ചെയ്തിട്ട് അവര് വഴി എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു. അതൊന്നും എന്റെ മീതെ ഒരു പോറൽ പോലും എന്നെ ഏൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല. അതൊന്നും എനിക്ക് അങ്ങനെ പരാതിയൊന്നും. ഈ രണ്ട് കോൺഗ്രസ് നേതാക്കളുടെ സ്ഥാനമാണ് നഷ്ടപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ബൽറാമിനെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ബൽറാമിനെ ഒന്നും പുറത്താക്കിയിട്ടൊന്നുമില്ല. ആരാ പറഞ്ഞത്? ഡിജിറ്റൽ മീഡിയ നോ അത് തെറ്റായ വാർത്തയാണ്. VT ബലറാമിനെ ഒന്നും ഒരു സ്ഥലത്ത് നിന്നും പുറത്താക്കിയിട്ടില്ല. അദ്ദേഹം KPCCയുടെ ഉപാധ്യക്ഷനാണ്. പക്ഷെ അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ ദാറ്റ് ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. ഞാൻ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കില്ല. അത് പാർട്ടി തീരുമാനമെടുത്ത് നിങ്ങളെല്ലാവരും അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തൊരു തീരുമാനം. ഈ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കസ്റ്റഡിയിൽ മർദ്ദനമേറ്റ് യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധം നടത്തേണ്ട സമയത്ത് ഇപ്പോഴും ഒരു സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടായിട്ടില്ല. അല്ല, അത് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കേണ്ടതാണ്. അവർ തീരുമാനിച്ച് ഉചിതമായ സമയത്ത് ആളെ പ്രഖ്യാപിക്കും. യൂത്ത് കോൺഗ്രസിന്റെ സമരവും നടക്കുന്നുണ്ട്, കോൺഗ്രസിന്റെ സമരവും നടക്കുന്നുണ്ട്, എല്ലാ തരത്തിലുള്ള സമരവും നടക്കുന്നു.
ഈ കോൺഗ്രസിലെ സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിനെ തുടർച്ചയായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗമുണ്ട്. അവര് പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ വിമർശനം ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസം. തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളെ വിമർശിക്കാൻ പറ്റുള്ളൂ, നിലപാടുകൾ എടുക്കുന്ന ആളുകളെ വിമർശിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? കേരളം മുഴുവൻ അലയടിച്ച് എന്റെ മുമ്പിലേക്ക് വന്നാലും എന്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാനെടുത്ത നിലപാടിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അതെന്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, കൂട്ടായി എടുത്ത തീരുമാനമാണ്. എല്ലാ നേതാക്കന്മാരും ചേർന്ന് കൂട്ടായി ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്. ഞാൻ പക്ഷേ ആ തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ പറഞ്ഞല്ല, കേരളം മുഴുവൻ കടല് പോലെ അലയടിച്ച് വന്നാലും ബോധ്യങ്ങളിൽ നിന്നാണ് ഞങ്ങൾ തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കില്ല. അത് നിലപാടാണ്. നിലപാടുകൾ എടുക്കുമ്പോൾ എതിർപ്പുകളുണ്ടാവും, ഇഷ്ടമില്ലാത്ത ആളുകൾ എതിർക്കും. അതൊന്നും കാര്യമില്ല. നമ്മുടെ ബോധ്യമാണ്. നമ്മളത് പരിശോധിച്ച് നമ്മുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന നേതാക്കൾക്ക്, കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, അവരെല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത ഏകകണ്ഠമായ ഒരു തീരുമാനം. ആ തീരുമാനം 100% അത് ശരിയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ. അതാണ് നിലപാട്. പിന്നെ എന്നെ അങ്ങനെ ആരും ഭയപ്പെടുത്തുന്നുമില്ല. ആവർത്തിച്ചു കഴിഞ്ഞുള്ള കാരണം പ്രവർത്തകർക്കിടയിൽ സതീശേട്ടൻ ഒരു പ്രവർത്തകരുടെ ഇടയിലൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നുമല്ല കോൺഗ്രസ് പ്രവർത്തകർ. അല്ലല്ല, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നുമല്ല കോൺഗ്രസ് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിലല്ല, റീലുകളിലും അല്ല കോൺഗ്രസ് ജീവിക്കുന്നത്. അല്ലല്ല, കോൺഗ്രസ് റീലുകളിലും അല്ല, സോഷ്യൽ മീഡിയയിലല്ല ജീവിക്കുന്നത്. കോൺഗ്രസ് ജീവിക്കുന്നത് ജനമനസ്സുകളിലാണ്. ആ കോൺഗ്രസിന് വേണ്ടി സർവ്വതും സമർപ്പിക്കുന്ന ധീരന്മാരായ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവരെയൊന്നും അണുവിട ചലിപ്പിക്കാൻ ഇത്തരം പ്രചരണങ്ങൾക്കൊന്നും ആവില്ല. നല്ല പോരാട്ടങ്ങളാണ്. തിരുവോണത്തിന്റെ അന്ന് വരെ DIG ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഞങ്ങളുടെ പ്രവർത്തകർ. ഈ കുന്നംകുളം ഇഷ്യൂവിന്റെ പുറത്ത് തിരുവോണത്തിന്റെ അന്ന് മാർച്ച് നടത്തിയില്ലേ? പോലീസ് മർദ്ദനത്തിന് അല്ലെങ്കിൽ പോലീസിന്റെ മോശം പെരുമാറ്റത്തിനെതിരെ പോസ്റ്റ് ഇട്ട ഒരു CPM SFI നേതാവ് രംഗത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു CPM പ്രാദേശിക നേതാവിന് ഞാൻ പറഞ്ഞല്ലോ, ലോക്കൽ സെക്രട്ടറിയെ തടയുന്നു, CPM ആളുകളെ തടയും. നിങ്ങൾ അതൊക്കെ വാർത്തയാക്കി എടുക്കുക. എപ്പോഴും കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഒരു ബോറാവും. ഇടയ്ക്ക് അതുകൂടിയൊക്കെ വാർത്തയാക്കി, എന്തോരം വാർത്തയാക്കി. നിങ്ങളുടെ ഒരു മാധ്യമപ്രവർത്തനയില്ലേ തള്ളി നീക്കിയിട്ട് പാർട്ടി തീരുമാനമാണ് സംസാരിക്കരുതെന്ന് പറഞ്ഞു അല്ലേ? അടികിട്ടി വന്ന ലോക്കൽ സെക്രട്ടറിയാണ്, SHOന്റെ കയ്യിൽ നിന്ന് അടികിട്ടി വന്ന ലോക്കൽ സെക്രട്ടറിയാണ്. പറയാൻ പോലും നിങ്ങൾ വല്ല കോൺഗ്രസ്സുകാരും വല്ലവരാണ് നിങ്ങളെ വന്ന് തള്ളി മാറ്റിയെങ്കിൽ നിങ്ങൾ എന്ത് ഇഷ്യൂ ഉണ്ടാക്കിയേനെ? ഓരോ ചാനലിൽ എന്തെല്ലാം വിഷയം ഉണ്ടാക്കിയേനെ? നിങ്ങളെ വന്ന് തള്ളി മാറ്റിയില്ലേ? നിങ്ങൾ സംസാരിക്കണ്ട. ഇങ്ങനെ കൈവത്തി ക്യാമറയുടെ മുമ്പിൽ കാണിച്ച CPM പ്രവർത്തകർ വന്നിട്ട് ഒരു പരാതി നിങ്ങൾക്ക് ആർക്കുമില്ല.